ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥികളാണ്. ഒരു സംശയം വേണ്ട. ഹൈദരാബാദിലെ മാധവി ലത എന്നുള്ള ഭരതനാട്യ കലാകാരിയാണ്. വലിയ സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെയാണ് BJP വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദി അടക്കം വലിയ രീതിയിൽ കൈയടിച്ചു കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ മാധവി ലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. നോക്കൂ, ഈ മാധവി ലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രാമനവമി ദിവസത്തിൽ, ആ വീഡിയോ വൈറലായിരുന്നു, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതാണ്. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ പറയുന്ന പുള്ളിക്കാരിയാണ് മാധവി ലത. നോക്കൂ, ഒരു അസ്ത്രം വിടുന്നത് പോലെയാണ്. ആ അസ്ത്രം വിടുന്ന അത് എവിടെയാണ്? പള്ളിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിച്ച് നോക്കുക. ഒരു മതവിശ്വാസികളൊന്നും അല്ല കേട്ടോ, ഇത് ഏതോ പാർട്ടിക്കാരായിട്ടാണ് ഞാൻ കാണുന്നത്. വെറുതെ ഹൈന്ദവരുടെ പേര് പറയേണ്ടതില്ല. കാരണം ഒരിക്കലും ഒരു ഹിന്ദു അവനൊരിക്കലും മറ്റൊരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ മതമനുസരിച്ച് ജീവിക്കുന്നതിനെയോ ആക്രമിക്കാൻ പറ്റില്ല. കാരണം ഹിന്ദു എല്ലാവരെയും സ്വീകരിക്കുന്നവനാണ്, അവന് ധാർമ്മികതയിലൂന്നി ജീവിക്കുന്നവനാണ്. ഞാനൊരിക്കലും ഇവരെ ഹിന്ദുക്കൾ എന്ന് ഞാൻ പറയില്ല. നോക്കൂ, ഇവർ ഈ രാമനവമിയുടെ പേര് പറഞ്ഞിട്ട് നടത്തുന്ന, ഹൈദരാബാദ് ടൗണിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്രയുടെ സമയത്ത് തൊട്ടടുത്തിട്ടുള്ള ആ പള്ളിയുടെ അവസ്ഥയൊന്ന് നോക്കിയാൽ, ആ പള്ളി മൊത്തം കവർ ചെയ്ത് നിൽക്കുക, ആ പള്ളി മൊത്തം മൂടിയിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എത്ര മോശമായൊരു സന്ദേശമാണ് ലോകത്തിന് നമ്മുടെ രാജ്യം നൽകുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോ വരാം, ഒന്നുകൂടി കാണിച്ചു തരാം. നോക്കൂ, ഈ മാധവി ലത ഒരു അസ്ത്രം തൊടുത്ത് വിടുകയാണ്. ഏതിന് നേരെ ദിശ വെച്ചുകൊണ്ട്? ആ പള്ളിക്ക് നേരെ ദിശ വെച്ചുകൊണ്ട് ഹൈദരാബാദിൽ അങ്ങനെ ഒരു അസ്ത്രം തൊടുത്ത് വിടുകയാണ്. ആ വീഡിയോ പെടുന്നനെ വൈറലാവുന്നുണ്ട്. നമുക്ക് കൂടെയുള്ള ആളുകളൊക്കെ ആർത്ത് വിളിക്കുന്നു, ജയ ശ്രീരാം വിളിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുപ്പിൻ്റെ ഒരു വലിയ കോട്ടയാണ്. അല്ല, ഈ വീഡിയോ തന്നെ വെറുപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു മതവിശ്വാസികളുടെ ആരാധനാലയത്തിന് നേരെ ഇങ്ങനെ അമ്പെയ്യുന്നത്. പിന്നീട് ഈ പറയപ്പെടുന്ന മാധവി ലത വന്നിട്ട് മാപ്പൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ആകാശത്തിലേക്കാണ് അമ്പെയ്തത് എന്നുള്ളതൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ഹിന്ദുക്കളടങ്ങുന്ന, മുസ്ലിങ്ങളടങ്ങുന്ന, ക്രിസ്ത്യാനികളടങ്ങുന്ന, മതമില്ലാത്തവനും മതമുള്ളവനും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നും വെറുപ്പിനെതിരാണ്. അങ്ങനെ ഒരു കാഴ്ച ഈ വിഷയത്തിന് ശേഷം, മാധവി ലത ഈ ഇൻസിഡൻറ്റിന് ശേഷം വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ അടുത്ത് പോകുമ്പോൾ മാധവി ലത എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി നേരിടേണ്ടി വന്ന ഒരു പ്രതികരണം നിങ്ങളൊന്ന് കാണുക. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ കാണിച്ചു തരാം. കൈ പിടിച്ച് പറയാണ്, പക്ഷെ നടക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോ. കണ്ട, അതായത് അവരെ ഈ വിഷയത്തിന് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ മാധവി ലത എന്ന് പറയുന്ന ആളെ തള്ളിക്കളയാണ്. അതുവരെ അത്യാവശ്യം സ്വീകാര്യതയുണ്ടായിരുന്ന മാധവി ലത അവിടെ ഇല്ലാതായി പോവുകയാണ്. കാരണം പൊതുജനത്തിൻ്റെ ഒരു പൊതുവികാരം വെറുപ്പിനെതിരാണ് എന്നുള്ളതാണ്. വെറുപ്പ് അശാന്തി സൃഷ്ടിക്കുകയും അതിലൂടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത, അത് കാണുകയും ചെയ്തിട്ടുള്ള ഒരു ജനം ഒരിക്കലും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കുകയില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ അത്തരക്കാരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വെറുപ്പിലൂടെ എന്തെങ്കിലും ലാഭം ഉണ്ടാകും. ആ ലാഭം കാണുന്നവർക്ക് മാത്രമേ വെറുപ്പിൻ്റെ പ്രചാരകരായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാത്ത എല്ലാവരും വെറുപ്പിനെതിരാണ്. നോക്കൂ, ഈ മാധവി ലതയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു വലിയ വെല്ലുവിളി നിറക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. കാരണം ഹൈദരാബാദിൽ 2004 കാലങ്ങളായിട്ട് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒവൈസി കുടുംബത്തിൻ്റെ കോട്ടയാണ്. അപ്പം അതിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് അസദുദ്ദീൻ ഒവൈസി. 2004 ശേഷം അസദുദ്ദീൻ ഒവൈസി വലിയ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിൽ അസദുദ്ദീൻ ഒവൈസിക്ക് ഒരു വലിയ മതേതര മുഖമുണ്ട്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വലിയ മതേതര മുഖമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയപ്പെടുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വോട്ട് നേടി അസദുദ്ദീൻ ഒവൈസി ജയിച്ചു പോകുന്നത്.
അയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, പക്ഷേ അയാൾ പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ്. അയാൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ പറയപ്പെടുന്ന പോലെ ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെ ഒരു അസ്ത്രം വെച്ചിട്ട് അയാൾ അമ്പെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശം അസദുദ്ദീൻ ഉവൈസിയുടെ ഭാഗത്ത് നിന്ന് ആർക്ക് കാണിക്കാൻ പറ്റില്ല. നോക്കൂ, അസദുദ്ദീൻ ഉവൈസിയെ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ തോൽപ്പിച്ചിരിക്കും, അത് വെച്ചുകൊണ്ട് ശപഥം ചെയ്തു വന്ന ഒരാളാണ് മാധവി ലത എന്ന് പറയുന്ന ഈ BJPയുടെ സ്ഥാനാർത്ഥി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പക്ഷേ ഈ വെറുപ്പ് നോക്കൂ, ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ആ പള്ളിയെ ലക്ഷ്യം വെക്കുന്നു, എന്നിട്ട് അസ്ത്രം തൊടുത്തു വിട്ടതിന് ശേഷം ചിരിച്ചു നിൽക്കുകയാണ്. കൂടെയുള്ള ആളുകളൊക്കെ ജയ് ശ്രീറാം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്ന ഇത് നോക്കുക, ഈ വീഡിയോ നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു ക്ഷേത്രത്തിന് നേരെ ഇതേപോലെയുള്ള ഒരു അസ്ത്രം തൊടുത്തു വിടുന്ന ഒരു ആംഗ്യം കാണിക്കുന്ന ആ നിമിഷം ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ എന്തെങ്കിലും കമ്പാരിസൺ നടത്തുകയല്ല, നമ്മൾ ചിന്തിക്കുക എത്രത്തോളം വലിയ തോതിലാണ് ഈ വെറുപ്പ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നുള്ളത്. ഇത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാരോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള കുറച്ച് ആളുകൾ കൂറു പുലർത്തി നിൽക്കുന്നത്? അത് ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. അവർക്ക് അന്ധമായിട്ട് ഇവിടെയുള്ള മതേതര സമൂഹത്തോട്, എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തോട്, ഇവിടെയുള്ള ദളിത് സമൂഹത്തോട്, ഇരകളാക്കപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹത്തോട് വെറുപ്പും മറുപ്പുമുള്ളത് കൊണ്ട് തന്നെയാണ്. അത് പറയുമ്പോൾ അതിനെ മറ്റൊരു ആംഗിളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട. കാരണം ഇങ്ങനെയൊക്കെ ആർക്കാ പറയാൻ പറ്റുക? ആർക്കാ ചെയ്യാൻ പറ്റുക? ഉള്ളു ശുദ്ധിയില്ലാത്തവനെ ചെയ്യാൻ പറ്റുക? നോക്കൂ, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങളിൽ, ഇപ്പോൾ ഹിന്ദുവിനായി കഴിഞ്ഞാലും മുസ്ലിമിനായി കഴിഞ്ഞാലും ക്രിസ്ത്യാനിക്കായി കഴിഞ്ഞാലും അവരുടെ വിശ്വാസങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമുണ്ടായേക്കാം. ആ താല്പര്യങ്ങൾ ഒരാളുടെ സ്വകാര്യതയായി നിൽക്കുമ്പോൾ അത് അവരുടെ മാത്രം. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള മുസ്ലിം പള്ളികളെയൊക്കെ പൊളിച്ചു മാറ്റും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അതല്ല എന്ന് പിന്നീട് അവർ തിരുത്തി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ എന്താണ് കാണിക്കുന്നുള്ളത്? ഈ വീഡിയോ എന്തിൻ്റെ തെളിവാണ്? അപ്പം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നവരാരാണ്? വെറുപ്പുമായി രാജ്യത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാരാണ്? അവരെ ഇനിയും ഈ വെറുപ്പുമായിട്ട് സഞ്ചരിച്ച് നമ്മുടെ നാട്ടിൽ വെറുപ്പിൻ്റെ ഈ നാറിയ മണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഇവരെ ഇനിയും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടതുണ്ടോ? പൊതുജനത്തോടാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? ഇത്രയും വെറുപ്പ് ഈ രാജ്യത്ത് അവർ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നന്മയുടെ, മതേതരത്വത്തിൻ്റെ, മാനുഷിക മൂല്യങ്ങളുടെ, മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് മേലിൽ മതം കൊണ്ട് വന്നുകൊണ്ട് മനുഷ്യരെ രണ്ടായി വേർതിരിക്കുന്ന ആളുകളുടെ എണ്ണം പ്രതിദിനം ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ നമ്മൾ കാണേണ്ടി വരും. ഇത് കേവലം ആദ്യഘട്ടത്തിൽ ഇത് ഏത് മതം, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോക്കൂ, ഈ ലോകത്ത് ഇത്തരത്തിൽ വർഗീയ ചിന്താഗതിയുമായിട്ട് പോകുന്ന ഏത് ടീമാണെങ്കിലും, അത് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികൾ, അവസാനം എന്ത് സംഭവിക്കും? രാജ്യം തന്നെ ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാണ്, നമ്മുടെ രാജ്യത്ത് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളെ അകറ്റി നിർത്തുക. അത് ഏത് പാർട്ടിക്കാരായെങ്കിലും ശരി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും സംഘപരിവാർ പാളയത്തിലാണ്. അപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രം അപകടമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു പറയുന്നത്. ദയവ് ചെയ്ത് പൊതുജനം മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് സമയത്ത് ആരെയാണ് നമുക്ക് വേണ്ടത്, ആരാണ് നമുക്ക് സമാധാനം നൽകുന്നത്. നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നമ്മൾ ജനപ്രതിനിധിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ജനപ്രതിനിധി നമ്മുടെ മതം നോക്കാൻ പാടില്ല, നമ്മുടെ ജാതി നോക്കാൻ പാടില്ല, നമ്മുടെ നിറം നോക്കാൻ പാടില്ല, നമ്മുടെ പാർട്ടി നോക്കാൻ പാടില്ല, നമ്മുടെ പ്രദേശം നോക്കാൻ പാടില്ല. മറിച്ച് എൻ്റെ നാട്ടിലുള്ള ഒരാളുടെ വിഷയമാണ് എന്ന് മാത്രമായി കണ്ടുകൊണ്ട് അതിൽ പരിഹാരം കാണാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടിയിട്ടായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്.
അങ്ങനെയുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് നിങ്ങൾക്ക് തോന്നലുണ്ടാവുമല്ലോ. ഇത്ര ഒരുപാട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ, ഈ ഞാനിപ്പോൾ പറഞ്ഞ ആ സംഭവം ആരിലേക്കാണ് മാച്ച് ആവുന്നത്, ആരിലേക്കാണ് അത് പോകുന്നത്, ഇന്ന സ്ഥാനാർത്ഥിയിലേക്ക് പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടാൽ മതി. നോക്കൂ, രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മതവും രാഷ്ട്രീയവും കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് കുഴച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യരുത്. അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മതവും രാഷ്ട്രീയവും കലർത്തുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യരുത്, ചെയ്യാനേ പാടില്ല. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കും. വളരെയധികം വേദന തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചത്. പക്ഷെ പൊതുജനത്തിൻ്റെ ആ മതവില്ലതയോട് ആ സംഭവത്തിന് ശേഷമുള്ള സമീപനം കാണുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മതേതരത്വം നശിച്ചു പോയിട്ടൊന്നുമില്ല, അത് സംരക്ഷിക്കാൻ ഇവിടെ ഒരു വലിയ ജനതയുണ്ട് എന്നുള്ള ഒരു വലിയ വിശ്വാസം കടന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.